വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബലികർമ്മവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, ലൈ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകി യനാലുഹു തഖ്വാ മിൻഹു. ബലിയിറക്കുന്ന മൃഗത്തിന്റെ മാംസമോ അതിന്റെ രക്തമോ ഒന്നും അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. അള്ളാഹുവിലേക്ക് എത്തുന്നത് തഖ്വയാണ്. ബലിയിറക്കുന്ന വ്യക്തിയുടെ തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞാൽ, ഓരോ ബലികർമ്മവും നിർവഹിക്കുന്ന ആളുകളുടെ ഭയഭക്തിയും സൂക്ഷ്മതയും ഉദ്ദേശശുദ്ധിയും ഇഖ്ലാസും നിയ്യത്തും ഒക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫതീബു ബിഹാ നഫ്സ, സന്മനസ്സോടെ ആ പരിശുദ്ധമായ പുണ്യകർമ്മം നിർവഹിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, നാം ബലിയെറുക്കുന്ന ബലി മൃഗം എന്നത് ഇറച്ചിക്ക് വേണ്ടി അറക്കുന്ന ഒരു മൃഗമായി നമ്മൾ ആരും കാണരുത്. അത് പരലോകത്ത് നമ്മുടെ വാഹനമായി വരാനുള്ള മൃഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മൃഗത്തെ പരലോകത്ത് കൊണ്ടുവരും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലയഅതി യൗമൽ ഖിയാമ ബിഖുറൂനിഹാ വഅശ്ആരിഹാ വഅദ്ലാഫിഹാ. നാം ബലിയിറക്കുന്ന മൃഗം അതിൻ്റെ കൊമ്പുകളോടെ, കുളമ്പുകളോടെ, രോമങ്ങളോടെ എങ്ങനെയായിരുന്നോ നാം ബലിയെറുത്ത ആ മൃഗം, അങ്ങനെ അതേ രൂപത്തിൽ, അതിനേക്കാൾ ഭംഗിയായ നിലയിൽ, അതിനേക്കാൾ പ്രൗഢിയുള്ള നിലയിൽ, അതിനേക്കാൾ ആരോഗ്യമുള്ള അവസ്ഥയിൽ ആ ബലിമൃഗം നാളെ പരലോകത്ത് ഹാജരാകുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.